ഹലോ, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും തമിഴിൽ കണ്ടുപോലെ അന്ന് വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നവരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ തന്നെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിനിപ്പുറം ഫുൾ വീഡിയോ വാച്ച് ചെയ്ത് ഇട്ട് വേണം പോകാൻ. ആ വീഡിയോക്കുള്ളിൽ പോകാം. നിങ്ങൾ എൻ്റെ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവല്ലോ, ആ ഒരു കാര്യത്തിനെക്കുറിച്ചാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത്. എനിക്ക് വന്നിട്ട് എത്രയാ യൂട്യൂബിൽ എല്ലാവർക്കും അറിയാമല്ലോ. എന്തായാലും ആദ്യം വന്നിട്ട് നമ്മൾ യൂട്യൂബിൽ ഓരോ വീഡിയോ ഇട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് കേൾക്കൊണ്ടിരിക്കും. ലൈവ് എന്നുള്ള ഓപ്ഷൻ വന്നുകൊണ്ട് തന്നെ എല്ലാവരും ഒരു 1K സംതിങ് ഒക്കെ ആകുമ്പോൾ തന്നെ മോണിറ്റൈസേഷൻ ആകുന്നുണ്ട്. ആദ്യമൊന്നും അങ്ങനെയല്ല, അത് സ്വയം വീഡിയോ ഇട്ട് ഇത്രയും ഇഷ്ടതയിലൂടെയാണ് എല്ലാവരും കയറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, ലൈവ് ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് മോണിറ്റൈസ് ആകുന്നുണ്ട്, എല്ലാവർക്കും തന്നെ മോണിറ്റൈസ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെയ്തൊരു മണ്ടത്തരമാണ് വെച്ചാൽ, പല പേര് ചാനലിൽ ഞാൻ അന്വേഷിച്ചു വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു ക്യൂരിയോസിറ്റി, ഇനിയും കിട്ടണം എന്നുള്ളതിൽ. അതിനെ വെച്ച് ഞാൻ എന്താക്കി, എന്തായാലും സ്ക്രീൻ കാസ്റ്റ് ലൈവ് ഇടുന്നത് എങ്ങനെയാണെന്ന് തരാമെന്ന് പറയും. എല്ലായിടത്തും തരുന്നു. ലാസ്റ്റ് എനിക്ക് 2-3 ചാനലിലൊക്കെ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു സൈലൻ്റ് ഇടാം, ഇടയ്ക്കിടയ്ക്ക് വോയിസ് ഓവർ കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ ഞാൻ എന്താക്കി, ഒരു മാസം കണ്ടിന്യൂലി സൈലൻ്റ് ലൈവ് മാത്രം ഇട്ടു. ഓരോ ലൈവിലും 35K 40K ചില 1 ലക്ഷം ആളുകൾ കണ്ട ഇതെന്നാണ് ലൈവുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇതിൽ പെട്ടെന്ന് കയറുന്നുണ്ട്, ആളുകൾ വരുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കമൻ്റ് ഇടുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്. ഒരു 100 ലൈക്കും ഒരു 50 ലൈക്കും 40 ലൈക്ക് വരെയൊക്കെ പോകലുണ്ട്. മുന്നോട്ട് പോകാം, നമുക്ക് എന്തായാലും നമുക്കൊന്നൊരു പരീക്ഷണമല്ലേ, ഒന്ന് പരീക്ഷിക്കാമെന്ന രീതിക്ക് ചെയ്തു. അപ്പോൾ ഏതൊരു ടെക് വീഡിയോ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കിട്ടി. അപ്പോൾ അതിൽ നോക്കിയാൽ ഹാഫ് മോണിറ്റൈസേഷനെ കുറിച്ചാണ് അതിലുള്ളത്. അപ്പോൾ എനിക്ക് വന്നിട്ട് 2000 സംതിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസം കൊണ്ട് കേട്ടോ. അപ്പോൾ ഒരു 700 സബ്സ്ക്രൈബർ, ഇപ്പോൾ 500 സബ്സ്ക്രൈബർ മതിയല്ലോ. 700 സബ്സ്ക്രൈബേഴ്സ് എടുത്തായിട്ടുണ്ട്. 3000 വാച്ച് അവർ കംപ്ലീറ്റ് ആയി. 3000 വാച്ച് അവർ കംപ്ലീറ്റ് ആകുമ്പോൾ ഞാൻ എന്താക്കി, ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാഫ് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യും, ഫുൾ മോണിറ്റൈസേഷന് റെഡിക്ക് പോകേണ്ട, ഹാഫ് അപ്ലൈ ചെയ്യുക, അതിന് ശേഷം ഫുള്ളിലേക്ക് പോകാമെന്ന്. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്താക്കി, ഹാഫ് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്ത് ഒക്കെ കഴിഞ്ഞ് കുറേ ദിവസമായി ഒന്നും തന്നെ റിപ്ലൈ ഇല്ല. അത് നമുക്ക് കിട്ടുന്നുണ്ടാവില്ല, സൈലൻ്റ് ഇടുന്നവർക്ക് കിട്ടത്തില്ല എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കിട്ടത്തില്ല എന്നുള്ള പൂർണ്ണ ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒരു വെള്ളിയാഴ്ചയാണ് ഞാൻ അപ്ലൈ ചെയ്തത്. പിറ്റേ വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്ക് നേരമായപ്പം എനിക്ക് യൂട്യൂബിൻ്റെ അകത്ത് ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. ലെറ്ററല്ല, ഒരു മെയിലും വന്നിട്ട് ഒരു മെസ്സേജ്, നിങ്ങൾ ഒന്നും കൂടെ നിങ്ങളുടെ ചാനൽ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോസൊക്കെ വേണ്ടാത്ത വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട്, കോപ്പിറൈറ്റുള്ള സോങ്ങുള്ള വീഡിയോസൊക്കെ ഉള്ളതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ തന്നെ. എനിക്ക് ആകെ ഡിപ്രഷൻ അടിച്ചു. വെച്ചാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് നെറ്റ് കളഞ്ഞ് ഇട്ടതല്ലേ, പക്ഷെ നമ്മൾ കഷ്ടപ്പാട് വെച്ചാൽ ഇത് ഇട്ട് ഇങ്ങനെ ഫോൺ കൊണ്ട് നടക്കണം എന്നുള്ളത് തന്നെ അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. അപ്പോൾ സങ്കടമായി. ഇപ്പം ഞാൻ എന്താക്കി, എനിക്ക് നോർമൽ ലൈവിൽ തീരെ ആളില്ല, വ്യൂവേഴ്സ് ഇല്ല. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും, വ്യൂവേഴ്സ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് എന്നെപ്പോലുള്ളവരെയൊന്നും ഒരു മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും ആരും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയല്ല പറയാം, മുന്നോട്ട് എത്തിപ്പെടാൻ പാടാണ്. അത്ര വലിയ കണ്ടൻസൊന്നുമില്ല, എല്ലാവരും ചെയ്യുന്ന പോലത്തെ നിത്യേന കാര്യങ്ങളാണ് ഞാനും ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു കുസൃതി ചോദ്യം എന്ന രീതിക്കാണ് ഇപ്പം ഇടുന്നത്. ഇപ്പോൾ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ഇടും, വോയിസ് കൊടുക്കുമ്പോൾ എല്ലാവരും പോകുന്നുണ്ട്, ആരും റിപ്ലൈ ഒന്നും തരില്ല. വോയിസ് കൊടുക്കുമ്പോൾ ചിലരൊക്കെ പോകും, ചിലരുണ്ടാവും, ചിലർ റിപ്ലൈ തരും, അല്ലാണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ പോകുന്നുണ്ട്. സ്ക്രീൻ കാസ്റ്റ് ലൈവ് വോയിസോട് കൂടിയിട്ട് യൂട്യൂബിലൊരു ഏണിങ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ലൈവ് എന്ന് വെച്ചാൽ വാച്ച് അവർ കയറാണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊരു ഇതുണ്ടെന്നല്ല. മെമ്പർഷിപ്പൊക്കെ കിട്ടിയാൽ മാത്രമാണ് നമുക്കൊരു ഏണിങ്സ് കിട്ടുക. പിന്നെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് കഴിഞ്ഞാൽ പിന്നെ $100 അല്ലേ, $100 തേക്കണമെങ്കിൽ നമ്മൾ വീഡിയോസ് തന്നെ ഇട്ട് പോകണം. നിങ്ങൾ ലൈവ് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാണ്ട് വീഡിയോസും ചെയ്യാൻ നോക്കുക, മാക്സിമം ഷോർട്സും ചെയ്യാൻ നോക്കുക.
ദിവസം ഒരേ സമയത്ത് ലൈവ് ഇടുക, പിന്നെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ഒരു സമയം. നിങ്ങൾക്ക് വൈറ്റ് ഇൻസ്പിരിയിൽ പോയി കാണാൻ നമ്മുടെ ഓഡിയൻസ് ഏത് ടൈമിലാണ് ഉണ്ടാവുക, അതനുസരിച്ച് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ തന്നെ മാക്സിമം നമ്മൾ ദിവസം ഇട്ടിട്ട് ആ സമയത്ത് തന്നെ ഇട്ടിട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് വ്യൂവേഴ്സ് കൂടി വരും കേട്ടോ. പിന്നെ ഈ അറിവ് നിങ്ങളെ എത്തിക്കേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നത്. എന്നെപ്പോലെ കുറേ പേരുണ്ടാവും ഒന്നും അറിയാത്തൊരമ്മമാർ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാം അറിഞ്ഞ് എല്ലാം നല്ല വൃത്തിയിൽ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ല, എന്നെപ്പോലെ സാധാരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ടച്ച് ചെയ്ത് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് എത്തുള്ളൂ. എന്നാൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും നന്ദി പറഞ്ഞ് ഈ വീഡിയോ നിങ്ങളെല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ഇവിടെ പറഞ്ഞൊപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.